അപ്പോൾ ഗുറ്റൻ ടാഗ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നതാണ് ദസ്. അതായത് നോയിട്രത്തിലാണ് നമ്മൾ ദസ് യൂസ് ചെയ്യുക. സോ ദസ്സിൽ വരുമ്പോഴും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബയോളജിഷെ ഗെസ്റ്ലെസ്റ്റ് ആണ്, അതായത് ബയോളജിക്കൽ സെക്സ് ആണ്. സോ അതിലേക്ക് നോക്കുമ്പോൾ ന്യൂട്രലെ പേഴ്സോൺ, അതായത് ന്യൂട്രലെ പേഴ്സോണിൽ വരുമ്പോൾ ദസ് കിൻഡിന് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആർട്ടിക്കിളാണ് വരിക. പിന്നെ ദസ് ദിങ്, സോ അതൊക്കെ എന്തിലായിരിക്കും പോവുക? ന്യൂട്രൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ദസ് ആർട്ടിക്കിളിലായിരിക്കും പോവുക. സോ നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ ബെഡോറ്റിംഗിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് നൗൺസ് മെയ്ഡ് ഔട്ട് ഓഫ് അഡ്ജക്റ്റീവ് എന്നുള്ളൊരു മീനിങ് ആണ്. സോ നമ്മൾ ഇപ്പം എക്സാമ്പിൾ നോക്കണേ, റോട്ട് എന്ന് പറയുന്നത് കളറാണ്, റെഡ് എന്ന് പറയുന്നത് കളറാണ്, അതൊരു അഡ്ജക്റ്റീവ് ആണ്. സോ നമുക്കത് നൗണിലേക്ക് വരുമ്പോൾ ദസ് റോട്ട് ആയിട്ട് മാറും. ഓക്കെ, സോ അതെന്താണ്? അതൊരു സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് അഡ്ജക്റ്റീവ് ആയിട്ട് മാറും. സോ ഇപ്പോൾ ഉൺബെക്കാൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൺബെക്കാൻറ്റ് എന്നുള്ളത് എന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണ്. അത് നമുക്ക് നൗണിലേക്ക് മാറ്റണമെങ്കിൽ ഉൺബെക്കാൻറ്റ് എന്നായിട്ട് മാറും. സോ അതെന്താണ്? അതും ഓൾസോ ഒരു സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് അഡ്ജക്റ്റീവ് ആയിട്ട് മാറും. സോ അതാണ് നമ്മളുടെ ബെഡോറ്റിംഗിൽ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വരുന്നതാണ് ഇതുപോലെ സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് വെർബൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഷ്രൈബൻ, ലേസൻ, ലൗഫൻ ഇതൊക്കെ എന്താണ്? വെർബുകളാണ്. ഇതിൻ്റെയൊക്കെ നൗണിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദസ് ഷ്രൈബന് അല്ലെങ്കിൽ ദസ് ലേസൻ, ദസ് ലൗഫൻ എല്ലാം എന്തിലായിരിക്കും? ദസ്സിലായിരിക്കും. ഇപ്പോൾ അതായത് നമ്മൾ ഒരു അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു വെർബിനെ എന്തിലേക്ക് നൗണിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ എന്തിലായിരിക്കും? നോയിട്രത്തിലായിരിക്കും, അതായത് ദസ്സിലായിരിക്കും പോകുന്നുണ്ടാവുക. സോ അതിൽ തന്നെ മൂന്നാമത് വരുന്നതാണ് മെറ്റീരിയലിന് വരിക. സോ അതിൽ ഹോൾസ്, ഗ്ലാസ്, മെറ്റൽ ഇതെല്ലാം മോസ്റ്റ് ഓഫ് ദം എന്തിലായിരിക്കും? നോയിട്രത്തിലായിരിക്കും, അതായത് ദസ് ആർട്ടിക്കിളിലായിരിക്കും പോവുക. സോ നമ്മുടെ മൂന്നാമത് വരുന്നതെന്ന് പറയുന്നത് നാക് സിൽബറാണ്, അതായത് സഫിക്സുകൾ. അതിൽ ഓൾവേസ് എന്തായിരിക്കും? നോയിട്ര ആയിരിക്കുന്ന രണ്ട് സഫിക്സുകളാണുള്ളത്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഷൻ, അതായത് CHEN. ഇപ്പോൾ പാക്ഷൻ, അതായത് സ്മോൾ പാക്കറ്റ്, അല്ലെങ്കിൽ ലൈൻ, LEIN, അതായത് ഫ്യോഗ് ലൈൻ, അതായത് സ്മോൾ ബേർഡ്. ഇതൊക്കെ എന്തായിരിക്കും? നോയിട്രത്തിലായിരിക്കും പോവുക. പിന്നെ നമുക്ക് മോസ്റ്റ്ലി ആ സഫിക്സുകൾ വരുന്നത്, അതായത് മോസ്റ്റ്ലി 90% എബോവ് തന്നെ ആ സഫിക്സുകൾ വരുമ്പോൾ നമ്മുടെ നോയിട്ര ആവാനുള്ള ചാൻസസ് ഉള്ള ഒരു 8ഓളം എന്താ പറയുക സഫിക്സുകളാണുള്ളത്. സോ ആദ്യത്തെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ തൊട്ട് നമുക്ക് നോക്കിപ്പോവാം. സോ ആദ്യത്തെ എന്ന് പറയുന്നതാണ് ഷൻ, CHEN വരും, മാക്ഷൻ എന്നൊക്കെ പറയുന്നത്. പിന്നെ വരുന്നതാണ് ബെറ്റ്, അതായത് ബെറ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്, അതായത് ETT വരിക, സഫിക്സിൽ ETT വരികയാണെങ്കിൽ അത് മോസ്റ്റ്ലി എന്തായിരിക്കും? നോയിട്രമായിരിക്കും. പിന്നെ IUM, അക്വാറിയം എന്നൊക്കെ പറയുമ്പോൾ IUM വരാം. സോ പിന്നെ വരുന്നതാണ് മെൻറ്റ് വരാം, MENT വരാം. പിന്നെ ടും, അതായത് ഡാറ്റും എന്നൊക്കെ പറയുന്നത് TUM വരാം. പിന്നെ EAU, നിവേ എന്നൊക്കെ പറയുന്ന പോലെ EAU വരാം. പിന്നെ വരുന്ന രണ്ടെണ്ണം എന്ന് പറയുന്നത് ING വരാം. പിന്നെ O വരാം, അതായത് ബ്യൂറോ എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് O ആണല്ലോ. സോ അതൊക്കെ എന്തിലായിരിക്കും? നോയിട്രത്തിലായിരിക്കും വരുന്നത്. പിന്നെ ഒരു ബോണസ് ടിപ്പായിട്ട് ഇപ്പോൾ നമുക്ക് സപ്പോസ് ആർട്ടിക്കിൾസ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ദി യൂസ് ചെയ്താൽ മതി, അതായത് മോസ്റ്റ്ലി എല്ലാത്തിനും ദി എന്നുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും വരുന്നത്. സോ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ആർട്ടിക്കിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ